ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. കുറേ എന്തൊക്കെയോ ചെയ്യാനുണ്ടായിരുന്നു. കുറേ പറ്റില്ല എന്ന് വിചാരിച്ചു, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. മുഴുവൻ ചെയ്തില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി കേട്ടോ. പിന്നെ ഇപ്പോൾ നാളെ അവധി ആയതുകൊണ്ട് ഞാൻ പറയാറുണ്ടല്ലോ, പിറ്റേ ദിവസം അവധിയാണെങ്കിൽ എനിക്ക് ഇന്ന് ഭയങ്കര ഒരു ആശ്വാസമാണ്. നാളെ തിക്കുതിരക്കടിച്ചിട്ട് ഒന്നും ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ദിവസം തലേ ദിവസം തന്നെ എണീക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം, നാളെ വലിയ ബഹളമില്ലല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ എണീക്കുക. അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു ഇന്നും. രാവിലെ ഇതേ എണീറ്റപ്പോൾ കുട്ടിപ്പട്ടാളങ്ങൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇന്ന് അവർക്ക് സ്കൂളിൽ ഞാൻ പറഞ്ഞില്ലേ പാർട്ടിയാണ് അവർക്ക്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഡിഷ് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്നാണ് കേട്ടോ, 15 എണ്ണം വീതം. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 2 പേരും 2 ഡിവിഷനിലായതുകൊണ്ട് തന്നെ നമുക്ക് 2 പേർക്കും ഒരേ ഐറ്റം ഉണ്ടാക്കിയാൽ മതി. 2 ക്ലാസ്സിലേക്കായിട്ടാണല്ലോ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അപ്പോൾ ആദ്യം റോളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ആ പ്ലാനൊക്കെ മാറ്റി പഴംപൊരിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു വെറൈറ്റി ഇരിക്കട്ടെ, നാടൻ വിഭവം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടാളും ഞാൻ എണീക്കുമ്പോഴേ നല്ല മണം വരുന്നുണ്ടായിരുന്നു പഴംപൊരിയുടെ കേട്ടോ. അപ്പോൾ പഴംപൊരിയും ഊത്തപ്പമായിരുന്നു. ഇന്ന് രാവിലെ ഊത്തപ്പമായിരുന്നു. ദോശമാവിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് ഇന്നത്തെ ഒരു ദിവസം ഊത്തപ്പത്തിന് വേണ്ടി മാറ്റിവെച്ചു. അങ്ങനെ ഡിവൈൻ ദേ പഴംപൊരി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണോ. നല്ല മുരുമുരാന്നുള്ള നല്ല ടേസ്റ്റി പഴംപൊരി കേട്ടോ. അപ്പോൾ 2 പേർക്കും ദേ 2 ബോക്സിൽ ഇവാൻ തോമസ് ഡോണും പിന്നെ നമ്മുടെ കെൻഡ്രിക് ഫ്രാൻസിസ് ആൻസൺ, അങ്ങനെയാണ് പാച്ചുവിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതെനിക്കുള്ള ഊത്തപ്പമാണ്. പക്ഷേ എനിക്ക് 2 എണ്ണം തിന്നാൻ പറ്റിയില്ല. ഒരെണ്ണം തിന്നു, നല്ല ചമ്മന്തിയായിരുന്നു. അപ്പോൾ അതുകൂട്ടി ഒരെണ്ണം കഴിച്ചിട്ട് ഒരെണ്ണം ഞാൻ ഉച്ച തിരിഞ്ഞാട്ടോ കഴിച്ചത്. അപ്പോൾ അങ്ങനെ 2 പേരുടെയും പാത്രം ആവിയൊക്കെ പോയതിന് ശേഷം ഇത് പാക്ക് ചെയ്ത് അവർക്ക് കൊടുത്തയച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന് കുറേ പാത്രങ്ങളാണ് കണ്ടത്. ഞാൻ ചമ്മന്തിയും ഇതും കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കുട്ടികൾക്ക് കഴുകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പാത്രം കഴുകാൻ ഭയങ്കര മടിയുള്ള ആളാട്ടോ. എനിക്കിഷ്ടമല്ല പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. പക്ഷേ ഡിവൈനും ഇഷ്ടമാണ്, ഡിമ്പിളിനും വലിയ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് പാത്രം കഴുകൽ അധിക ഭാഗം ഞാൻ കഴുകി അങ്ങനെ വൃത്തിയാവില്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. എനിക്കങ്ങനെ പാത്രം കഴുകിയാൽ അത്രയും ക്ലീൻ ആവുമെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം പാത്രം കഴുകൽ ഒഴിവാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തോമുട്ടൻ ഉഷാറായിട്ട് ഫസ്റ്റ് വന്നു. അത് കഴിഞ്ഞ് പാച്ചുട്ടൻ വന്നു. അപ്പോൾ 2 പേരും ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് സ്കൂളിലേക്ക് വരാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവിടെ ചെല്ലുമ്പോൾ കുറേ ഡിഷുകളുണ്ടാവും. അപ്പോൾ ഇവരുടെ ആ വീഡിയോസൊന്നും ഞാനിതിൽ ആഡ് ചെയ്യില്ല കേട്ടോ. ഇവർ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ മിസ്സും അവിടെ നിന്ന് മാം ഇവരുടെ ഓരോ ദിവസത്തെ ആക്ടിവിറ്റീസ് അയക്കും. അപ്പോൾ ഡിമ്പിള് സാധാരണ സ്റ്റാറ്റസ് ഇടാറുണ്ട്, ഡിവൈൻ അങ്ങനെ ചെയ്യാറില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിള്ളേർസ് പോയി വീട് ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഞങ്ങൾക്ക് പിള്ളേരെ അയക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പാണ് ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് ഡാഡീനെ വിടുക എന്നുള്ളത്. അങ്ങനെ നമ്മുടെ വീട്ടിൽ എന്താ പറയുക, സ്റ്റെപ്പായിട്ടാണ് ഓരോ കാര്യങ്ങൾ കേട്ടോ, ഓരോ പോർഷനായിട്ട്. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഇതാണ് അവൻ്റെ പണി. ഞാൻ എവിടെയെങ്കിലും നിന്ന് ഒളിച്ച് കളിക്കണം. അപ്പോൾ അതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവന് ആശ്വാസമാണ്. അവന് വേറെ ഒരു ശല്യം അവനെ കൊണ്ടില്ല കേട്ടോ. അപ്പോൾ അവന് ഞാൻ കിച്ചൺ സെറ്റ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മൂപ്പര് 11 മണി വരെ ആ സെറ്റിയും അവിടെ ഇരുന്ന് ടി വിയും കണ്ട് കുറേ കിച്ചൺ സെറ്റ് കൊണ്ട് അങ്ങോട്ട് വെച്ച് കളിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവന് ബോറടിച്ചപ്പോഴാണ് അവനെ ഒളിച്ച് കളിക്കാൻ വന്നത് കേട്ടോ. അങ്ങനെ കണ്ടോ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവൻ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എനിക്കൊരു പാവം തോന്നും. അപ്പോൾ ഞാൻ പോയിട്ട് അവനെ ഒന്ന് ഇക്കിളിയാക്കി ഒന്ന് കുറച്ച് നേരമൊക്കെ ചിരിപ്പിച്ച് ഇങ്ങോട്ട് പോയിട്ട് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക്. അപ്പോൾ അങ്ങനെ വലിയ എന്താ പറയുക, വലിയ ബഹളങ്ങളോ കുറുമ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ കൈകാര്യം ചെയ്യാൻ പറ്റും. എടുക്കാനുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ, വെയിറ്റുള്ള കാരണം എടുക്കാനൊരു ചെറിയ ഉടുത്ത് നടക്കുക എന്നുള്ളത് ഇത്തിരി പാടാന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അവന് ഭയങ്കര സന്തോഷമായി കളിപ്പിച്ചു. അവനെ മാത്രം ശ്രദ്ധിച്ച് കളിപ്പിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് കളിച്ച് എനിക്ക് തോന്നുന്നു തോമുൻ്റെയും പാച്ചുവിൻ്റെയും കൂടെ എനിക്ക് അത്രയും കളിക്കാൻ പറ്റിയിട്ടില്ല. ഇവൻ്റെ കൂടെ കുറേ നേരം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഇന്ന് ഇപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ 3 പേരുടെയും ഡിസ്കഷൻ എന്തായിരുന്നു, ഞങ്ങളുടെ 3 പേരും കൂടി ഒന്നിച്ച് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കുട്ടികൾ പറയും, എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വല്ല പ്രൊമോഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ പേജിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ 3 പേരും സജീവമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മുറ്റത്തേക്ക് ഡാഡീനെയൊക്കെ വിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരാൾ കിച്ചണിലേക്ക് പോയി, ഒരാൾ ക്ലീനിങ്ങിന് പോയി. ഞാനിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കൊറിയർ വന്നത്. അപ്പോൾ ഡിവൈനുള്ള കൊറിയറായിരുന്നു. അപ്പോൾ അത് കൊടുത്ത് ഞാൻ കുറച്ച് നേരം കാർ പോർച്ചിൽ കാർ ഒഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക്
ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ എന്തെങ്കിലും ചെയ്യാനായിട്ട്. അതുപോലെ ടാപ്പ് അപ്പുറത്താണ് ഓസ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പതുക്കെ അങ്ങനത്തെ പണികൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ചവിട്ടി കഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനതെടുത്ത് ഡാഡി വന്നപ്പോൾ ഞാൻ കംപ്ലീറ്റ് കഴുകിട്ടോ. അപ്പോൾ കഴുകിയതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാലേ ഒന്നും ഇടാണ്ട് വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൊടി പറ്റണം. ഇതാകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് ചവിട്ടി ഒന്ന് കഴുകിയാൽ മതിയല്ലോ. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരുത്തൻ കാറിൻ്റെ മുകളിൽ ഡോൺ മറന്നു വയ്ക്കുക എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൂഗിൾസ്. അപ്പോൾ അവൻ പോയിട്ട് അത് എടുത്തതേക്ക് വെച്ചിട്ട് വരികയാണ്. അത് വെച്ച് കഴിഞ്ഞ് വലിയ കുഴപ്പമൊന്നുമില്ല, അമ്മയുടെ കയ്യിൽ തിരിച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ അവൻ വണ്ടി എടുത്തിട്ട് ഞാൻ മുറ്റത്ത് എവിടെയുണ്ടോ അവിടെ അവനും ഉണ്ടാവും. അങ്ങനെയാണ്. അങ്ങനെ കുട്ടി ചൂലെടുത്തിട്ട് അടിച്ചു വരിക. കോട്ടയത്ത് നിന്ന് വരുമ്പോൾ അച്ചാച്ചൻ കൊടുത്ത ചൂലുണ്ടല്ലോ, അതെടുത്ത് അടിച്ചു വരിക, അല്ലെങ്കിൽ ജീപ്പിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് കളിക്കുക. അങ്ങനെയായിട്ട് അവൻ അവൻ്റേതായ കാര്യങ്ങളായിട്ട് നിൽക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അകത്തത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ മൂന്നാളും കൂടി പുറത്ത് വന്നു ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. ചെടികളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് മറ്റേ ബ്രൗൺ കളറുള്ള ചട്ടികളാണ്. മുമ്പ് മൺചട്ടിയായിരുന്നു ഫുള്ള്. പിന്നെ കുട്ടികൾ വലുതായപ്പോൾ ഓരോ വശത്തുനിന്ന് തട്ടി പൊട്ടലും മുട്ടലൊക്കെ ആയിട്ട് അത് മൊത്തം നമുക്കത് മാറ്റേണ്ടി വന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ചെടി എടുത്ത് ഇപ്പുറത്ത് വെച്ച്, പിന്നെ അറിയാലോ നിങ്ങൾ ഒതുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കലാണ് മെയിൻ പണി. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഡാഡി വരാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, മുകളിൽ കയറേണ്ടതാണ്. അപ്പോഴത്തേക്കും ഡാഡി വന്നു. അപ്പോൾ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ മാക്സിമം സാധനങ്ങൾ നേരത്തെ മറ്റേ ഡിസ്പാച്ച് ചെയ്യും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നാളേക്ക് വെക്കണ്ടല്ലോ, ഇന്നത്തെ കഴിഞ്ഞ ആ പരിപാടി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചിലർ എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും 2 മണിയാകുമ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഉള്ള സാധനമാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ഞാൻ സെൻഡ് ചെയ്യും. അപ്പോൾ ചില കുട്ടികൾ ചോദിക്കും സോ ഫാസ്റ്റ് എന്ന് ചോദിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതാ കഴിഞ്ഞ് ആ പരിപാടി കഴിഞ്ഞല്ലോ എന്നാണ്. പക്ഷേ ചില സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പ്ലേറ്റ് ചെയ്ത സാധനങ്ങളില്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ ഇന്ന് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ ഞാൻ നാളേക്ക് വെക്കേണ്ട, ഇന്ന് തന്നെ അയക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ എടുത്തു. ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സാണ് കേട്ടോ. ഇതല്ലാതെ നമ്മുടെ കയ്യിൽ ഉണ്ട്. ഇത് ഒരു പുതിയ തരം ക്ലിപ്പ് ബാങ്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. 2 ലവ്, അതിൻ്റെ ആ ഒറ്റയ്ക്ക് കാണുന്ന കല്ലാണ് അതിൻ്റെ ക്ലിപ്പ്. അപ്പോൾ അതിങ്ങനെ ആക്കിയിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ കൈമിട്ടിട്ട് അത് ക്ലോസ് ചെയ്യുക. അങ്ങനെയാണ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ആരുമില്ല, അല്ലെങ്കിൽ ഞാനത് കൈയോടെ കാണിച്ചു തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ. നല്ല ഭംഗിയുള്ള ഐറ്റാണ്. ഇത് തന്നെ ലവിൻ്റെ കമ്മലും വരുന്നുണ്ട് കേട്ടോ. ലോക്കറ്റും ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെറ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇത് പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. പക്ഷേ ഇത് എപ്പോഴും റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മളുടെ കയ്യിൽ പോവുക ഈ ഐറ്റംസ്, ഈ ഒരു പാറ്റേൺ ആണ്, ഡംബൽസ്. അപ്പോൾ ഇതിൻ്റെ കമ്മലല്ല അത് കേട്ടോ, നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നതാണ്. ഇതിന് സെറ്റായിട്ട് കമ്മൽ വരുന്നില്ല. നമ്മളിതിപ്പോൾ 2 എണ്ണം, ഇനി 3 എണ്ണത്തിൻ്റെ വരുന്നുണ്ട്. സ്റ്റഡ് ഒറ്റയ്ക്ക് വരുന്നുണ്ട്. ഇത് പലതരം താലികളാണ്, ക്രിസ്ത്യൻ താലി. ഇതൊരു പാറ്റേൺ, പിന്നെ കല്ലിൻ്റെ വേറെ 2-3 പാറ്റേൺ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ജോഡിവള. ഇതൊക്കെ പ്ലേറ്റ് ചെയ്ത് അയക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഞാനത് വീണ്ടും പറയണത് അയ്യോ എനിക്കിത് വേണമായിരുന്നു, പക്ഷേ അത് ഉണ്ടാവില്ലായിരിക്കുമോ എന്ന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന വളകളാണ്. അപ്പോൾ അടുത്ത ഞങ്ങളുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കൊണ്ടുവന്ന സാധനങ്ങൾ പാക്ക് ചെയ്ത് 2 മണിക്ക് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ എൻ്റെ വലിയ ഒരു ഭാരം കഴിഞ്ഞു. കാരണം നാളെ അവധിയെന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് തൊട്ട് മറ്റന്നാൾ കാലത്ത് വരെ നല്ല എന്തും ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുക, അപ്പോഴാണ് എനിക്ക് ഉഷാറ്. നാളെ ഒന്നുമില്ല എന്ന് കേൾക്കുമ്പോഴാണ് ഇന്നൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നാളെ ഇത് അയക്കണ്ടേ, മറക്കാവോ, അത് അങ്ങനെ ഓരോ ചിന്തകളാണ്. അപ്പോൾ ഡിംപിളിപ്പോൾ ഈ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയന് വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പർ അയക്കുകയാണ്. അപ്പോൾ അതായത് UK-യിലുള്ള ഒരു മോള് ചേച്ചിയുടെ മോൾക്ക് വേണ്ടി നാട്ടിലേക്ക് അയക്കണ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിൽ അവർ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ പിക്ക് ചെയ്ത് നമ്മൾ വാങ്ങിയ ഒരു ഹാമ്പറാക്കിയിട്ട് കൊടുത്ത് സെൻഡ് ചെയ്യണം. അപ്പോൾ അത് ഏതാണെന്നൊക്കെ ഡിംപിൾ എപ്പോഴെങ്കിലും പറയൂ കേട്ടോ. ഞാനത് വിശദീകരിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാനറിയില്ല. ഓർണമെൻറ്റ്സ് ഉണ്ട്, മേക്കപ്പ് ബോക്സ് ഉണ്ട്, അങ്ങനെ എന്തൊക്കെയോ 3-4 മറ്റേ എന്താ പറയുക കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഡിംപിൾ പാക്ക് ചെയ്ത് അതൊന്നിച്ച് കൊടുത്തയച്ചു ഡാഡിയുടെ കയ്യിൽ. അപ്പോഴാണ് നമ്മുടെ പാച്ചുട്ടൻ വന്നപ്പോൾ പാച്ചുട്ടൻ്റെ കയ്യിൽ കണ്ടോ, ഇന്ന് പാച്ചുട്ടൻ്റെ ക്ലാസ്സിലെ എമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ്, സ്പേസ് തീമായിരുന്നു. അത് കൂടാണ്ട് ഒരു PP ഉണ്ട്,
പിന്നെ എന്തുട്ടാണ് ഒരു സ്റ്റോറി ബുക്ക് ഉണ്ട്. അപ്പോൾ ആദ്യം മൂപ്പര് പീപ്പിയും പെറുക്കും മിഠായി ഉണ്ടായിരുന്നു, അതും കൊണ്ട് മൂപ്പര് ഇറങ്ങി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ് നോക്കിയപ്പോൾ 3 ലിറ്റിൽ പിഗ്സിൻ്റെ ഒരു സ്റ്റോറി ബുക്ക്, പിന്നെ അതേ ഫ്ലൂറസെൻറ്റ് മറ്റേ സ്റ്റാർ പോലത്തെ മറ്റേ ഇതിൻ്റെ പിക്ചേഴ്സ്, പിന്നെ എന്തുട്ടാ കുറേ സാധനങ്ങളുണ്ടായിട്ടോ. ഒക്കെ നല്ല ഉപകാരമുള്ള സാധനങ്ങൾ. അപ്പം ഞാൻ പറയാം, എമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവരുടെ ആനുവൽ ഡേക്ക് ഞാൻ പറഞ്ഞില്ലേ നല്ല മിടുക്കത്തിയായിട്ട് കളിച്ച ഒരു മോള്, ആ മോളാട്ടോ എമ്മ. അങ്ങനെ അതൊക്കെ ദേ കൊണ്ടുവന്ന് എടുത്ത് വെച്ചപ്പോൾ മറ്റേത് ഫ്ലാറ്റിൽ ഒട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചേക്കാം കേട്ടോ, ഫ്ലൂറസെൻറ്റ് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ. അങ്ങനെ അവിടെ ഇപ്പോൾ റൂമിൽ അത്യാവശ്യം സ്റ്റാറൊക്കെ ഉള്ള കാരണം ഇത് പിന്നെ ആവാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചേക്കാം. കാരണം ഇപ്പോൾ എടുത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ ആകെ കൂടെ ഒരു ബഹളം ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു ദിവസം ഒട്ടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം കേട്ടോ. അങ്ങനെ ഉച്ചയിലത്തെ ഊണ് ദേ ഭംഗിയായിട്ട് കഴിഞ്ഞപ്പോൾ ഡോണിന് കഴിക്കാൻ വരാൻ പറ്റിയില്ല, കാരണം അവനിന്ന് പാലക്കാട് എന്തോ ഒരാവശ്യത്തിന് പോയേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എല്ലാവരും കിടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് തിങ്കളാഴ്ചയ്ക്ക് അല്ല മറ്റന്നാളത്തേക്ക്, അതായത് 2-ാം തീയതിക്കുള്ള കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പാക്ക് ചെയ്യാനായിട്ടിരുന്നു, കാരണം ആ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പോൾ നാളെ ഇനിയിപ്പോൾ അഥവാ പോസ്റ്റ് ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് സെൻഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അതൊക്കെ പാക്ക് ചെയ്യാനിരുന്നു. ഇതൊക്കെ കല്യാണ പാർട്ടികൾ ഇപ്പോൾ കൊണ്ടുപോകുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ മുമ്പ് വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ അയക്കാനായിട്ട് എടുത്തപ്പോൾ രണ്ടാമത് നിങ്ങളെ കാണിക്കണമെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും മറന്നു കിടക്കുന്ന, അയ്യോ അതൊന്ന് കണ്ടിരുന്നെങ്കിൽ ഓർഡർ ചെയ്യായിരുന്നു എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഐറ്റം ഈ കാണിക്കുന്നതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ മയിലിൻ്റെ കമ്മൽ, ഇതന്നെ വൈറ്റും ഉണ്ട് റൂബി വൈറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാലൊക്കെ ശരിക്കും സെൻറ്ററിലാണ്, നല്ല ഭംഗിയുള്ള കമ്മലാണ്. ഇത് കുറേ പോയിട്ടുള്ള ഐറ്റമാണ്, നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉള്ള ഐറ്റമാണ് കേട്ടോ. പിന്നെ ഇത് മറ്റേ ഇതിൻ്റെ എന്താ പറയുക ക്രിസ്റ്റലിൻ്റെ നമ്മുടെ കയ്യിൽ കണ്ടമാനമുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഞാൻ ഇടാം കേട്ടോ. അങ്ങനെ എല്ലാവരും ഉറങ്ങി എണീറ്റ് ഇതേ സന്ധ്യ സമയമായി. അപ്പം നമ്മൾ സാധാരണ നിങ്ങൾക്കറിയാം സന്ധ്യ കഴിയുമ്പോഴാണ് നമ്മൾ ചായയും വല്ല സ്നാക്സും ഉണ്ടാക്കുക. അപ്പോൾ ഡാഡിയുടെയും ഈ പറഞ്ഞ പോലെ അതുവരെയുള്ള മറ്റേ DTDCയിൽ നമ്മൾ കൊറിയർ ചെയ്യുക DTDC ആണ് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ വായിൽ DTDC എന്ന് പറയുന്നത്. കൊറിയർ ചെയ്യാനുള്ളതൊക്കെ അതും കൂടി കൊടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ദിവസത്തെ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പാക്ക് ചെയ്തതൊക്കെ കൊറിയർ ചെയ്തു. അപ്പോൾ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ സ്നാക്സ് ഇന്നെങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട്ലേറ്റിലേക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് കീമയും കിഴങ്ങും കൂടിയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടി തയ്യാറാക്കി എന്താ പറയുക ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കീമ എടുത്തിട്ട് കിഴങ്ങ് ഇതൊക്കെ വെച്ച് ഞാൻ ആദ്യം സമോസ ഷീറ്റിൽ വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ വേണ്ട മെനക്കെടണ്ടാന്ന് വെച്ച് 2 പീസ് ബ്രെഡ് എടുത്ത് ഡിമ്പിൾ തന്നെ ബ്രെഡും ഇതും കൂടി കുഴച്ച് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട്, അതായത് കുട്ടികൾക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന മറ്റേ കീമയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ജസ്റ്റ് ഒരു സ്നാക്സ് ഉണ്ടാക്കി ഞങ്ങൾ 3 പേരും കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പരിയപ്പുറത്തേക്ക് ഇറങ്ങിയിട്ടോ, മുറ്റത്തേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ നാളെ ഒന്നുമില്ല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് പിന്നെ എന്തും ചെയ്യാനായിട്ടൊരു ഉഷാറാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഡോൺ പോയിണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഡോൺ ഒരു വണ്ടിയും കൊണ്ട് വന്നത്. അപ്പോൾ ഞാൻ ഒച്ചയൊക്കെ കേൾക്കണ്ടായിരുന്നു, പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഡിമ്പിൾ എടുത്ത വീഡിയോ ഒന്ന് ഞാൻ ഇങ്ങോട്ട് എടുത്തതാട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ 3 ആളും കൂടി വണ്ടിയുമുള്ള കളിയാണ്. അപ്പോൾ ഡാഡി ഇപ്പോൾ വണ്ടി കണ്ടപ്പോൾ കുട്ടികൾക്കൊരു പൂതിയല്ലേ, അപ്പോൾ ഡാഡി 3 ആളെയും കയറ്റി വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഡിമ്പിൾ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അത് ഞാൻ ഇന്ന് രാത്രി നോക്കിയപ്പോൾ പാച്ചു ഇരുന്ന് കാണുന്നു. അപ്പോഴാണ് ഞാനിത് കണ്ടതോ ഇങ്ങനൊരു സംഭവം ഉണ്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ബൈക്ക് പുറത്തിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. വരണതും പോണതൊക്കെ കണ്ടെങ്കിലും ഞാൻ കാറേ കണ്ടുള്ളൂ, ഫസ്റ്റ് വന്നത് ഞാൻ കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഡാഡിയും മോനും കൂടി പോയിട്ട് ഡാഡിയും ഡോണും കൂടി ഒന്നിച്ച് പോയിട്ടാണ് തോന്നുന്നുണ്ട് എടുത്തത്. ഞാൻ ആ വകയൊന്നും ശ്രദ്ധിച്ചില്ല, കാരണം എൻ്റെ ഇന്നത്തെ ഫുൾ പണി ചെടികളുടെ കൂടെയായിരുന്നു കേട്ടോ. അങ്ങനെ പിള്ളേരുകൾ 3ഉം ഡാഡിയും കൂടിയിട്ട് നല്ല കളിയായിരുന്നു പുറത്ത്. ഞാൻ എപ്പോഴും പറയും, കുറച്ചധികം നേരം പുറത്ത് നിന്ന് കളിച്ചാൽ കുട്ടികൾക്കും ആ അകത്ത് ഇത്രയും സമയം അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 7 മണി തൊട്ട് 10:30 വരെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നിട്ട് മറിയാമെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ ഡാഡിക്ക് മാച്ചൊന്നും ഇല്ലാത്ത കാരണം വലിയ കുഴപ്പമില്ല. എന്നാലും കുട്ടികൾ മുറ്റത്ത് കിടന്ന് കളിച്ചാൽ അത്രയും നല്ലതാണല്ലോ. പിന്നെ ഇപ്പോൾ കൊതുവൊന്നും അങ്ങനെ കാര്യമായിട്ട് കാണാനില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റേത് കൊതു ഉണ്ടായിരുന്നു നല്ലോണം. അപ്പോൾ അത് നമുക്ക് വിഷമമായിരുന്നു കുട്ടികളെ പുറത്തേക്കൊക്കെ ഇറക്കാനായിട്ട്. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പം നല്ല എന്താ പറയുക, അന്തരീക്ഷം വളരെ നന്നായിട്ടുണ്ട്. ആ മഴ പെയ്തതിന് ശേഷം വളരെ നല്ല ഒരു അന്തരീക്ഷം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലത്തെ ചണ്ടിയൊക്കെ കണ്ടു ഒക്കെ കേടായിപ്പോയി. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാനത് കട്ട് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് മാറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചിന്തുവാന്ന് തോന്നുന്നുണ്ട്, ഇത് മിടുക്കത്തിയായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. ഞാനിങ്ങനെ വെച്ചാൽ
ഇടയ്ക്ക് ഡിവൈൻ വിളിക്കും, മമ്മി അവിടെ ഇല്ലേ, മമ്മിയുടെ ഒരു അനക്കവും ഇല്ലല്ലോ. ഞാൻ പറയും നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ ഇവർ കിടന്ന് ഒച്ചയിടും എന്ന് പറയും ഞാൻ. ഇവരെൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ കൂട്ടിൽ കയറ്റിയിട്ടാണ് അവസാനത്തെ മിനുക്ക് പണിക്ക് നിന്നത് കേട്ടോ. അപ്പം നോക്കിയപ്പോൾ നമ്മളകത്ത് അവിടെ ഇവിടെയും വെച്ചിട്ടുണ്ടായിരുന്ന ചെടികൾ മൊത്തം ഞാൻ പരിയപ്പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഊണ് കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഡോൺ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ്റെ മീൻ വറുത്തത് അവിടെ ഇരിക്കുന്നുണ്ട്. അതിന്ന് രാത്രി അതോടുകൂടി കൊട്ടി നല്ല മസാലയായിരുന്നു. ഞാൻ ഫിഷ് മസാല മറ്റേത് ഞാൻ ഉണ്ടാക്കാറ പതിവ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അന്ന് നിങ്ങൾ കണ്ടില്ലേ ലുലുവിൽ പോയിപ്പോൾ വാങ്ങിയത്, നല്ല മസാലയായിരുന്നു കേട്ടോ ഫിഷ് മസാല ലുലുവിലത്തെ. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ച കാരണം അത് വിട്ടിട്ടാണ് നമ്മൾ മീൻ വറുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഭക്ഷണം കഴിക്കാതിരിക്കും. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലേ കീമ കിഴങ്ങിട്ട് വെച്ചിട്ടാന്ന് നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. അപ്പോൾ കാലത്ത് ഊത്തപ്പത്തിലേക്ക് ഡിവൈൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു സബോള. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ സാലഡൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇതെന്താ ഈ കാണുന്ന അംഗമെന്ന് വെച്ചാൽ നമ്മുടെ ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മിണ്ടുമ്പോൾ അക്കിയുടെ വിശേഷവും പാപ്പൻ്റെ വിശേഷമാണ് കേട്ടോ ഇവിടെ ഫുൾ ടൈം. അപ്പോൾ അവൻ ഇന്ന് ഭക്ഷണം കഴിക്കാതിരുന്നപ്പോഴാണ് ഒരു ഓർക്കുവിളി അക്കീനെ വിളിക്കണമെന്ന്. അപ്പോൾ അക്കീനെ വിളിച്ചിട്ട് അക്കിയോടുള്ള സംസാരം, അക്കി കാണാൻ വേണ്ടിയിട്ട് കിടന്ന് കാണിക്കുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ. ഭയങ്കര ജീവനാണ്. ഫുൾ ടൈം അക്കി പേപ്പ ഇത് തന്നെയാണ് അവൻ്റെ അംഗം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ അവരും പറയും കേട്ടോ, ഒരു കുറുമ്പൊന്നുമില്ല, ഒരു പാവം പിടിച്ച ഒരു കുട്ടിയാണ് എന്ന് എപ്പോഴും പറയും. ഇങ്ങനെ കൂടെ ഇരുന്ന് കഥ പറഞ്ഞിരിക്കും എന്ന് പറയും. അപ്പോൾ ആദ്യം എനിക്കും തോന്നിയിരുന്നില്ല, കാരണം ഇവൻ കുറച്ച് വില്ലത്തരം പോലെ ഇവരുടെ കൂടെ നിന്നിട്ടായിരുന്നു. ഇപ്പോൾ ഇവർ സ്കൂളിൽ പോവുകയും അവിടെ നിന്ന് 2 ദിവസം അടുപ്പിച്ച് നിന്ന് ഇവിടെ വരികയും ചെയ്തു. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോ ഫുൾ ടൈം സെറ്റ് ചെയ്യുമ്പോൾ വളരെ കൂളായിട്ട് ഇപ്പം നിങ്ങൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ളത് കണ്ടില്ലേ. അപ്പോൾ അക്കീനെ കളിപ്പിക്കണത് നാനാ ബൂബു എന്ന് പറഞ്ഞിട്ട് കേട്ടോ, ബൂബു പറഞ്ഞിട്ട് അക്കീനെ കളിപ്പിക്കുന്നതാണ്. അപ്പോൾ അക്കിക്കും ഞാൻ എപ്പോഴും വിചാരിക്കും അക്കിക്കും ഈ അവസരത്തിൽ ഒരു മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടാനായിട്ട് എപ്പോഴും ചാക്കോ കൂടെയുള്ളപ്പോൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനുള്ള നേരമില്ല അക്കിക്ക്. ഇവൻ ചെന്ന് കഴിഞ്ഞാൽ അക്കീനെ വീൽ ചെയറുമെന്ന് പിടിച്ച് വലിച്ച് താഴെ ഇറക്കി ആ സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് കാല് നീട്ടിയിരുന്ന് അവിടെ ഇരുന്ന് ഓരോ വർത്തമാനങ്ങളും കളിപ്പിക്കലും ബഹളം അത്ര. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ്. 2 ദിവസം കണ്ടില്ലെങ്കിൽ അവന് ഭയങ്കര വിഷമം. അതുപോലെ തന്നെ അവിടെ അക്കിക്കും അപ്പോൾ വീഡിയോ കോള് ചെയ്ത് കാണിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസം അക്കിയോട് ഗുഡ് നൈറ്റും ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് അവസാനിച്ചു. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഊണും അതോടുകൂടി കഴിഞ്ഞു. പിള്ളേർക്കൊക്കെ ചപ്പാത്തിയായിരുന്നു, അവർക്കൊക്കെ ഇങ്ങനെ എന്താ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിച്ചു. അപ്പോൾ അവൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവൻ വീണ്ടും ചേട്ടന്മാരുടെ കൂടെ പോവാണ്. അവൻ പോവില്ല, നമ്മൾ അങ്ങനെ പറഞ്ഞയക്കുകയാണ്, അല്ലാണ്ട് രക്ഷയില്ല. കാരണം അക്കി എത്ര നേരം എന്ന് വെച്ചിട്ടാണ് ഫോണിൽ അങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ ഞാൻ വിചാരിച്ചു അവരൊക്കെ ഓരോ പാത്രം കഴുകലും ഒതുക്കലും ഒക്കെ ആയിട്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ ഒന്ന് ഒതുക്കി കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ചെടികളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നത് ഇവിടെ വെച്ചു എന്ന്. അപ്പോൾ ഇപ്പോൾ ഫ്രിഡ്ജ് ഇന്ന് മുഴുവൻ ഒതുക്കിയത് ഡിവൈനാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇടയ്ക്ക് ഓരോ സംഭവങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തു, എനിക്ക് കുറച്ച് എന്താ പറയുക ഒതുക്കൽ മൊത്തം ഞാനാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ പതുക്കെ ഓരോന്ന് ചെയ്തോ. സമയം കുട്ടികളുള്ള കാരണം അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. അതാണ്. അപ്പോൾ അതേ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട്സ് നിർബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ കളിയാക്കി പറയണതാണ് കേട്ടോ. അത് ഇവിടെ ഡാഡിയുടെ ആ സ്വഭാവമാണെന്ന് തോന്നുന്നുണ്ട്. അവന് ഫ്രൂട്ട്സ് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആ ഒരു വശം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പട്ടികളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാവാം ബാക്കി പണികൾക്ക്. സംഭവം അവർക്ക് ചോറൊക്കെ കൊടുത്ത് വയറ് നിറഞ്ഞിട്ട് ഇരിക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അടച്ചിടാമല്ലോ. അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ എടുത്ത് പരിയപ്പുറത്തേക്കും അലക്കലുമൊക്കെ ആയിട്ട് കൊണ്ടുവച്ചു. ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡിവൈൻ മുകളിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. ആ ചെടികൾ മൊത്തം നമ്മളെത്ര നോക്കിയിട്ടും അതൊരു രക്ഷയുണ്ടായില്ല കേട്ടോ. അങ്ങനെ അവിടുത്തെ എല്ലാം കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് കടന്ന് വന്നപ്പോഴേക്കും ചാക്കോച്ചൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അവൻ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരെയും വിളിച്ചിട്ട് അവൻ ടാറ്റ പറഞ്ഞിട്ടാണ് അവൻ കിടക്കാൻ പോവുക. അതുപോലെ എണീറ്റ് വന്നാലും നമ്മളെല്ലാവരെയും കണ്ട് വിഷ് ചെയ്തിട്ടാണ് അവൻ്റെ കാര്യങ്ങൾക്ക് പോവുക കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് അവന് പാച്ചുവിനെ കാണണം. പാച്ചൂട്ടനെ കണ്ടിട്ട് ഒന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര മിണ്ടുമ്പോൾ ചോദിക്കും പാച്ചു എവിടെയെന്ന്. ചേട്ടാന്നൊന്നുമല്ല, പാച്ചു എന്നാണ് പറയുക. പാച്ചു എവിടെയെന്ന് ചോദിക്കാം. അങ്ങനെ അവർ പോയി കഴിഞ്ഞു. വീട് താഴെ മുഴുവൻ ശാന്തമായി. അപ്പോൾ ഡിംപിൾ പാച്ചുവിനെയും കൊണ്ട് കുളിപ്പിക്കാൻ പോയി. പിന്നെ ഇവരൊക്കെ പോയി കഴിയുമ്പോഴാണ് ഞാൻ ജസ്റ്റ് അവെല്ലാം ക്ലീനായിട്ട് തന്നെ കിടക്കണം. എന്നാലും ഞാനൊന്ന് ഗ്യാസ് ഓഫല്ലേ ഇതില്ലേ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് ഞാൻ അങ്ങോട്ട് കിടക്കാം കേട്ടോ. കാരണം അത് പണ്ട് തൊട്ടേ നമ്മുടെ ശീല. ഞാൻ പറഞ്ഞില്ലേ
18 വയസ്സ് കഴിഞ്ഞ് 19ാമത്തെ വയസ്സ് തൊട്ട് നമ്മളിങ്ങനെ ഒറ്റയ്ക്കായപ്പോൾ അന്ന് തൊട്ടുള്ള ശീലം കുറേ കാലങ്ങൾ ഡാഡിയാണ് ഒക്കെ ചെയ്തിരുന്നത്. പിന്നെ ഡാഡി ലൈനിൽ പോയി തുടങ്ങിയപ്പോൾ നമ്മളായി രാത്രി എന്തായി ഏതായി എന്ന് നോക്കൽ. അങ്ങനെ ആ ഒരു ശീലം ഇപ്പോഴും ഉണ്ട്. എല്ലാവരും കിടന്നതിന് ശേഷം ഒന്ന് പോയി എല്ലാതും നോക്കുക എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഇവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പാപ്പൻ്റെ അടുത്ത് വരാം. ഞാനില്ല, അമ്മയുടെ കൂടെ ഇല്ല, ഡിമ്പുവിൻ്റെ കൂടെ ഇല്ല, ഞാൻ ഡാഡിയുടെ കൂടെയാന്ന് പറഞ്ഞിട്ടുള്ള അങ്കാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഡിമ്പിൾ കുളിച്ചിട്ട് വന്നിട്ടാവാം, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുളിക്കാൻ പോകുമ്പോൾ റൂമിലിട്ടിട്ട് അവൾ കുളി കഴിഞ്ഞ് വന്ന് അങ്ങനെയൊക്കെ എടുക്കാറാണ് പതിവ്. ഇന്ന് അവൻ പോവാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ എന്നാൽ ഇതൊക്കെ കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ പണികൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇതെല്ലാതും കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ റൂമിൽ പോയിരുന്നിട്ട് എഡിറ്റ് ചെയ്ത് പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേക്കും അവ ഉറങ്ങിക്കോളും. അങ്ങനെയാണ് ഇപ്പോൾ പാച്ചുള്ളപ്പോൾ എൻ്റെ റുട്ടീൻ അങ്ങനെ ആട്ടോ. അങ്ങനെ 3 ആളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കണം പടപടാന്ന് കണ്ടു. അപ്പോൾ ഇന്ന് കുറേ പേര് എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ ചെടികൾ നല്ല ഭംഗിയുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്കിഷ്ടപ്പെട്ട ഒരു ദിവസം. അതായത് എൻ്റെ ഇഷ്ടത്തിന് കുറേ ചെടികൾ വെക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് സത്യത്തിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ. അത് നടക്കുമ്പോൾ നമ്മൾക്ക് മാനസികമായിട്ട് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.